തിരുവനന്തപുരത്ത് നടന്ന ആ മെഗാ ചലച്ചിത്രോത്സവത്തിൽ 5 അവാർഡുകൾ വാങ്ങിയിട്ട് ഫാസിൽ മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തി മലയാള സിനിമയിലെ ലോക സിനിമയിൽ തന്നെ അത്രയും ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്ന ഒരാളാണ്. പക്ഷെ സാധാരണ കുട്ടികളെ സംബന്ധിച്ചും സാമൂഹിക മാധ്യമങ്ങൾ നോക്കുന്ന സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ കുട്ടികളൊക്കെ ഫാസിൽ മുഹമ്മദ് എന്ന് പറയുമ്പോൾ ട്യൂഷൻ വീടാണ് പെട്ടെന്ന് വരിക. എനിക്ക് ഇപ്പോഴത്തെ ഒരു മാധ്യമങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫാസിൽ മുഹമ്മദിൻ്റെ ഏകദേശം എല്ലാവർക്കും അറിയാം. എനിക്ക് ഫാസിൽ മുഹമ്മദിൻ്റെ ഒരു ലൈഫാണ് കിട്ടുന്നത്. എന്തൊക്കെയാണ് പഠിച്ചത്, എവിടെയായിരുന്നു ചെറുപ്പകാലങ്ങൾ, എങ്ങനെയാണ് ഈ സിനിമ മേഖലയിലേക്ക് എത്തിപ്പെട്ടത്? സിനിമയിൽ എത്തിപ്പെടുന്നത് ചെറുപ്പം മുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു, സിനിമ ചെയ്യണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ചെറുതായിട്ട് എഴുതുമ്പോഴൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചെറിയ ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് +2 പൊന്നാനി. ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഞാൻ അവിടെ പൂക്കത്ത സ്കൂളിലാണ് പഠിച്ചത്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെയുള്ള പഠനമൊക്കെ +2 അവിടെ തന്നെ ആയിരുന്നു. പിന്നെ ഡിഗ്രി പഠിച്ചത് ക്രൈസ്റ്റ് കോളേജിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിച്ചില്ല സിനിമ പോണം. അപ്പോൾ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഷോർട്ട് ഫിലിം ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അതിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരു സപ്പോർട്ടായിരുന്നു അല്ലെങ്കിൽ? അല്ല, അങ്ങനെയല്ല. എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം. അപ്പോൾ ഞാൻ ആ സമയത്ത് ഒരു ക്യാമ്പ് അറ്റൻഡ് ഒരു ഫിലിം മേക്കിംഗ് ക്യാമ്പ് 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അന്നാണ് ഞാൻ ആദ്യം സിനിമ എന്ന് പറയുന്നത് അഭിനയം മാത്രമേ നമുക്ക് ആഗ്രഹം. അത് മീൻസ് അറിയുള്ളൂ, ഇത് അഭിനയിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് സിനിമ എന്നുള്ള ഇതുള്ളൂ. പിന്നെ അവിടെ പോയപ്പോഴാണ് മനസ്സിലാക്കേണ്ടത് ഇതുപോലെ ഡയറക്ഷൻ, സ്ക്രിപ്റ്റ് എഴുതുന്ന ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൽ ബാക്കിലുണ്ടെന്നുള്ളത്. അപ്പം അന്ന് തുടങ്ങിയ ആഗ്രഹമാണ് എഴുതണം, ഡയറക്റ്റ് ചെയ്യണം എന്നൊക്കെ. അപ്പം അങ്ങനെ ഒരു ആഗ്രഹപ്പുറത്ത് ചെയ്തതാണ് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ. ചെറിയ ഷോർട്ട് ഫിലിം ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ +2 പഠിക്കുമ്പോൾ ചെറിയൊരു ഷോർട്ട് ഫിലിം ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ സീരിയസ് ആയിട്ട് ചെയ്യുന്നത് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ ഒരു പെയിൻ ഓഫ് ലെസ്റ്റ് എന്ന ഷോർട്ട് ഫിലിമാണ്. അത് ഒരു ശ്രമമായിരുന്നു, കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണുന്ന ഷോർട്ട് ഫിലിമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സിനിമകളിൽ സ്പോട്ട് എഡിറ്ററായിട്ട് വർക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഖബർ എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. അത് ഇതുപോലെ ഒരുപാട് അവാർഡുകൾ നേരിട്ട് തന്നൊരു ഷോർട്ട് ഫിലിമാണ് ഖബർ. ഞാൻ സിനിമയിൽ നിന്ന് പഠിച്ച എൻ്റെ നോളജൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്തൊരു ഷോർട്ട് ഫിലിമാണ് ഖബർ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കൂടുതൽ ആളുകളിലായിട്ട് റീച്ച് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഖബർ ചെയ്തപ്പോൾ പോലും അധികം ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നോട് ഒരുപാട് ആൾക്കാർ കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ട്യൂഷൻ വീട് എന്ന് പറഞ്ഞ വീട്ടിലൊക്കെ പോയിട്ട് പഠിച്ചിട്ടൊക്കെ ഉണ്ട്. അവിടുത്തെ ഒരു ലൈഫ് എനിക്ക് അറിയായിരുന്നു. അപ്പോൾ അത് ആളുകൾക്ക് എത്തിക്കുക, ഇപ്പോഴത്തെ തലമുറയെ സംബന്ധിച്ചോളം ഇതൊക്കെ മിസ്സാവുന്നൊരു സമയമാണല്ലോ. അപ്പോൾ അവിടുത്തെ ഒരു നിഷ്കളങ്കതയും അവിടുത്തെ ഒരു ലൈഫൊക്കെ കാണിക്കുക എന്നുള്ളത് എനിക്ക് രസമായിരുന്നു. അത് അങ്ങനെ ചെയ്ത് അത് ഭയങ്കര വർക്കായി വന്ന് 16 എപ്പിസോഡുകൾ ചെയ്തപ്പോൾ അതിൻ്റെ. അപ്പം അതിലേക്കുള്ള കാസ്റ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളറിയുന്ന കുട്ടികൾ, നിങ്ങളറിയുന്ന ആൾക്കാരാണ് ഇതൊക്കെ ഉള്ളത്? അതെ, ഞാൻ പിള്ളേരെ ഞാൻ ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് ഇങ്ങനെ ഓരോ കണ്ട് മാറ്റിച്ചതാണ്. ബാക്കിയുള്ള അവിടുത്തെ ആർട്ടിസ്റ്റൊക്കെ ഞാൻ അവിടെ ഉള്ള ആ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർ തന്നെയാണ് പിക്ക് ചെയ്തത്. അവരെന്നെയാണ് എൻ്റെ ഈ ഫെമിനിസ്റ്റ് ഫാത്തിമ സിനിമ. ഇപ്പോഴത്തെ പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ്? അല്ല, അടുത്ത സിനിമകൾ ചെയ്യാനുള്ള, പുതിയ സിനിമകൾ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. നല്ലൊരു സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഫെമിനിസ്റ്റ് ഫാത്തിമയിലേക്ക് നമുക്ക് കൂടുതൽ സംസാരിക്കേണ്ടതില്ലെങ്കിലും ഫെമിനിസ്റ്റ് ഫാത്തിമ എന്നുള്ള ആ കൺസെപ്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോഴും മലയാള സിനിമയിൽ നിങ്ങളൊരു മലബാറുകാരനാണ്, പ്രത്യേകിച്ച് മലപ്പുറത്തുകാരനാണ്, അതും പൊന്നാനിയാണ്. ഞാൻ ഈ പറഞ്ഞ പേരുകൾക്കൊക്കെ ഒരു മതവുമായിട്ട് പ്രത്യേക ബന്ധമുണ്ട്. മാത്രമല്ല ഈ ഇടയായിട്ട് സക്കരിയ, മുഹ്സിൻ പരാരി, അതേപോലെ തന്നെ ഖാലിദ്, ആമിർ പള്ളിക്കൽ, ഒരുപാട് മലബാർ ഏരിയയിൽ നിന്ന് ഒരുപാട് മുസ്ലിം ആളുകൾ സിനിമാ ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട്. അവിടെയാണ് മുസ്ലിം കഥാപാത്രങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഫെമിനിസ്റ്റ് ഫാത്തിമ എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നുള്ളത്. എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, നമ്മളെ നാടിൻ്റെ ഒരു നന്മയും ഇതൊക്കെ ഉണ്ട്. അത് നമുക്ക് പറഞ്ഞ ഒരു പഴയ സിനിമകൾ നമ്മളെങ്ങനെ നോക്കിക്കണ്ടു എന്നുള്ളത് നമുക്കൊരു ചോദ്യമായിട്ട് ചോദിക്കേണ്ടി വരും. പഴയ അപ്പോൾ അവിടെയാണ് ഇപ്പം നമ്മളെ സുഡാനി ഫ്രം നൈജീരിയ അടക്കമുള്ള സിനിമകൾ നമ്മളെ നാട്ടിലെ പ്രാദേശികമായ കഥകൾ പറഞ്ഞ് അത് അതിനെ ആൾക്കാരിലോട്ട് എത്തിക്കുന്നതും അത് പുറത്തുള്ള ആൾക്കാരുടെ സ്നേഹം നമുക്ക് കിട്ടുന്നത്. അതായത് ഈ മലബാർ എന്ന് പറയുന്നത് ഇങ്ങനെ പൊതു ധാരണയിലുള്ള മലബാറല്ല, റിയലി ഇത് ഇവിടെ ഇതൊക്കെയാണ് നടക്കണമെന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ പോലെ മലബാറുകാർ തന്നെ ചെയ്യുമ്പോൾ ആ പടത്തിനൊരു അതിൻ്റേതായിട്ടുള്ള ഒരു രസവും പിന്നെ അതിന് സത്യസന്ധതയൊക്കെ വരും. അപ്പോൾ അതന്നെയാണ് ഇപ്പോൾ എൻ്റെ സിനിമയിൽ സംഭവിച്ചിട്ടുള്ളതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഫെമിനിസ്റ്റ് ഫാത്തിമയിൽ പറയുമ്പോൾ നമ്മൾ ഇതിൽ ഒരു രാഷ്ട്രീയം പറയുന്നുണ്ട്, ആണധികാരത്തിനെതിരെ, അതേപോലെ മതത്തിലുണ്ടാവുന്ന ഇത്തരം അടിച്ചമർത്തലുകൾക്കെതിരെ. അതോടൊപ്പം തന്നെ ഈ സുഡാനി ഫ്രം നൈജീരിയയിലൊക്കെ ഉള്ള ഒരു സംഗതിയാണ് നാട്ടുനന്മകൾ എന്ന് പറഞ്ഞൊരു സാധനം. അത് ബോധപൂർവം കൊണ്ടുവന്നതാണോ? കാരണം ഈ ഫെമിനിസ്റ്റ് ഫാത്തിമയെ സഹായിക്കുന്ന സൂറത്ത ഒരുപാട് ആളുകൾ പരസ്പരം ഒരു സഹായമുണ്ട്. ആ ഒരു നന്മ ബോധപൂർവം കൊണ്ടുവന്ന? അല്ല, ബോധപൂർവം എന്നുള്ളത്
നമ്മൾ പുറത്തോട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ കാണുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ കണ്ടത് എൻ്റെ അയൽവാസികളും എൻ്റെ ഉമ്മയും തമ്മിൽ എത്ര കണക്റ്റഡ് ആയി നമുക്ക് അറിയണതാണ്. ഒരു ഫുഡ് ഉണ്ടാക്കിയാലും എന്തുണ്ടാക്കിയാലും അവിടെ പോയി ഷെയർ ചെയ്ത് ഇവിടെ ഷെയർ ചെയ്ത് ഇതൊക്കെ ഈ നാടിൻ്റെ നന്മയുടെ ഒരു ഭാഗമാണത്. സൂറാത്തുമായി ഫാത്തിമ സൂറാത്തുമായിട്ട് കണക്റ്റായി നിൽക്കുന്നത് അത് ആ ബന്ധം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രക്തബന്ധത്തിനേക്കാൾ അടുത്ത് വലിയ ബന്ധമാണ് ആ ഒരു ബന്ധം. അപ്പോൾ അതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇതിനെ നമ്മളല്ലാണ്ട് പിന്നെ ആര് ഇതിനെ ചെയ്യുമെന്നുള്ളതാണ്. വീട്ടിലാരൊക്കെ ഉള്ളത്? വീട്ടിൽ ഞാൻ, ഉമ്മ ഉണ്ട്, പിന്നെ താത്ത, കക്ക, അവരൊക്കെ. വീട്ടിലെ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? വീട്ടിൽ സപ്പോർട്ട് അവരെന്നെ വീട്ടിൽ നിന്നുള്ള എന്നെ ഒന്നിനും എതിർത്തിട്ടില്ല. അതായത് ഞാൻ എൻ്റെ ആഗ്രഹം എന്തായിരുന്നു അത് തന്നെയായിരുന്നു, എൻ്റെ തീരുമാനം എന്തായിരുന്നു അത് തന്നെ തീരുമാനം. ഞാൻ +2 കഴിഞ്ഞാലും 10 കഴിഞ്ഞപ്പോൾ ഇന്ന തിരക്ക് ഞാൻ എൻ്റെ ആഗ്രഹത്തിന് തിരഞ്ഞെടുത്ത്. +2 കഴിഞ്ഞപ്പോൾ കോളേജ് പഠിക്കും, അത് എൻ്റെ ആഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന സിനിമയിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് ഒക്കെ എൻ്റെ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇവരൊന്നിനും നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. അവർ ഫ്രീഡം തന്നെ ഞാൻ പവർ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സ് ആണോ അല്ലെങ്കിൽ എങ്ങനെയാണ്? പവറല്ല, ഞാൻ എന്നെ ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ്. എനിക്കത് ഇന്നൊക്കെ ഭയങ്കര കോൺഫിഡൻസ് ചെയ്തിട്ടില്ല. അതന്നെയാണ്. പിന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി പുതിയ സിനിമകളുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഏതൊരു സബ്ജക്റ്റ് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്? അല്ല, നല്ല സിനിമകൾ ചെയ്യാന്നുള്ളതാണ്. ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല കഥകൾ ചെയ്യാന്നുള്ളത് തന്നെയാണ് ആഗ്രഹം.